ഹലോ, ഞാൻ MC. എന്നറിയാമോ? അപ്പോൾ കഴിഞ്ഞ ഡിസ്പ്ലേക്ക് എത്തി ഞാൻ വീഡിയോ എടുത്തിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച്, അത് എന്നെ കിച്ച് 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 സൗണ്ട്. എൻ്റെ ഈ മൈക്കിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയൂല. കിച്ച് 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 സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു എൻ്റെ എപ്പിസോഡിലെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എൻ്റെ മൈക്ക് അടിച്ചു കിടക്കുക. ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയൂല. ഞാൻ വെബ്സൈറ്റ് ഇപ്പോൾ പുതിയതാണ് വാങ്ങിച്ചാൽ 200 രൂപയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഈ സോണിനൊക്കെ എൻജോയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ബേസിൻ്റെ പണി തുടങ്ങാം. ഇവിടേക്കകത്ത് ആർമറിന് കുറേ പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് ഇന്ന് ഈ സോഡും പിക്കാസും ഷവല് അതിനൊക്കെ ഇടാം. അപ്പോൾ ഇപ്പോൾ ബോൺവിൽ എന്തായാലും ഞാൻ മാറ്റിയേക്കാം. ബോൺവിൽ ആവശ്യമില്ല. ബുക്ക് കൈ വേണം. ഈ ആർമറിൻ്റെ ഇത് എന്തിനാ എൻ്റെ ഈ ആർമർ? ഓക്കെ, നമ്മുടെ വില്ലേജർ ഇത് നോക്കി, ഇതിൽ ചെയ്തേ പറ്റൂ കേട്ടാ, അല്ലെങ്കിൽ ഇതിനൊക്കെ വില്ലേജ് ഓടിപ്പോവും. നിലവിൽ ഞാൻ ഇത് സ്റ്റോപ്പാക്കിയാലോ എന്ന് ആലോചിക്കുക. സ്റ്റോപ്പാക്കണോ? ഈ വില്ലേജറിന് എത്ര ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. നമുക്ക് ഈ പൊട്ടന്മാരെ ഇനി ആവശ്യം വരുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇരിക്കട്ടെ. ദൈവന്മാരൊക്കെ ഇനി ചാടുമെന്ന് ഡൗട്ടുണ്ട്. നിർത്താടേ ഡേ, കുറവാടേ. ഞാൻ എന്തായാലും ഇനി ബെഡെടുത്ത് പൊട്ടിക്കണം. ഇപ്പം എന്തായാലും നടക്കട്ടെ. നമുക്ക് ഞാനിന്ന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സോഡിൻ്റെ എൻജോയ്മെൻറ്റ് നിന്ന് തുടങ്ങാം. ഇന്ന് നമുക്ക് മിക്കവാറും പണി കിട്ടാൻ പോകുന്ന സോഡായിരിക്കും. സോഡിന് ഏകദേശം 7 എണ്ണം കാണുന്നുണ്ട്. പണി കിട്ടും, 8ൻ്റെ പണി കിട്ടും. അപ്പോൾ സോഡിനായിരിക്കുന്ന എൻജോയ്മെൻ്റ് ഒക്കെ എടുക്കാം ഓരോന്നായി. അപ്പോൾ ഫസ്റ്റ് എൻജോയ്മെൻ്റാണ് സോഡിൻ്റെത്. ഫസ്റ്റ് തന്നെ നമുക്ക് വേണം അൺബ്രേക്കിംഗ് 3 മെൻഡിങ്. അത് മെയിനല്ലേ, അൺബ്രേക്കിംഗ് 3 മെൻഡിങ്. അൺബ്രേക്കിംഗ് ഇവിടെ ഉണ്ട്. അതെ, അൺബ്രേക്കിംഗ് വാങ്ങിച്ച് മെൻഡിങ്. ഇതെന്താ വില കുറച്ച് കൊടുക്കുന്ന? നല്ലത്, അത്രയും നല്ലത്. എനിക്ക് അത്രയ്ക്ക് നല്ല ലാഭത്തിന് കിട്ടും. ഇത് മുഴുവൻ രണ്ടും കൂടെ ഒരുമിപ്പിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ മെൻഡിങ്, അൺബ്രേക്കിംഗ് മെൻഡിങ് 2 XP, ഷാർപ്നെസ്, ഫയർ ആസ്പെക്റ്റ് 4. അതൊക്കെ ഞാൻ ഇങ്ങനെ തിരിച്ചിടുവാണെങ്കിൽ 2ന് കാര്യമാവൂലേ? 5 ഞാൻ അതിനൊരു വേറെ ഇട്ടാലോ. നമ്മുടെ എന്താ പറയുന്നത്, ഈ സ്ലീപ്പിംഗ് എച്ച് അതിടുവാണെങ്കിൽ 6 ആവും. ഞാൻ അത് തിരിച്ചും മറിച്ചിടുവാണെങ്കിൽ 5 ആവുമല്ലേ? അപ്പോൾ 4 മാറ്റിയിട്ട് വെച്ചാൽ 2. നമ്മൾ കുറേ XP എല്ലാം ചെയ്യാൻ നോക്കണം, ലാഭം ഉണ്ടാക്കണം. 6 XP അത് മാറ്റി ഇത് വെക്കുവാണെങ്കിൽ 4 XP. ഞാൻ അത് തിരിക്കുവാണെങ്കിൽ മിക്കവാറും കൂടും. കൂടി അങ്ങനെ. ഓക്കെ, ഞാനിത് ആനിലൂട്ടി. എടാ, ഞാൻ ഗെയിം സൗണ്ട് കുറച്ചിട്ടിരിക്കുമായിരുന്നാ. ഞാൻ എക്സ് കാമിക്കുന്നതുകൊണ്ട് ഗെയിം സൗണ്ട് കുറച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആൻവിൽ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിയ ആൻവിൽ പൊട്ടി. ആൻവിലിനൊരു ലിമിറ്റ് ഉണ്ട് ഗൈസ്. ആ ലിമിറ്റ് ചെയ്യുമ്പോൾ അത് പൊട്ടും. ഞാൻ പോയി പുതിയ ആൻവിൽ ഉണ്ടാക്കി. കുറവ് വരാൻ തോന്നി. ഇപ്പോൾ തന്നെ 10 XP പോയി. ഇനി പുറത്ത് ഫസ്റ്റ് തന്നെ മെൻഡിങ് ആൻഡ് ബ്രേക്കിങ് അതിടണം. പിന്നെ സ്ലീപ്പിംഗ് ഏജ് അത് മാറ്റിയിട്ട് നമുക്ക് ഇതിട്ടാലോ. ലൂട്ടിങ് അത് ലാസ്റ്റില്ല. 16 വേണം, 13 വേണം. ഇതിനു വേണ്ടി ഞാൻ അയൺ കൊണ്ടുവന്നത്. ഈ അയൺ ഈ വില്ലേജർ പൊട്ടർമാരെ ട്രേഡ് ചെയ്യാം. അപ്പോൾ എനിക്കത് കിട്ടിക്കോളും. എനിക്ക് മണ്ടക്കോയി AFK ഭ്രാന്തൊന്നുമില്ല. 16 അല്ലേ? ലൂട്ടിങ് ഇടാം. ലാസ്റ്റ് ഫൈനൽ 24. ഓക്കെ, 24-ന് നമ്മുടെ ഇത് ഫുള്ളാവും. OP സോഡ് അങ്ങനെ നമ്മൾ നമുക്ക് ഔട്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്തുള്ള OP സോഡാവും മിക്കവാറും. ഇത് ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഫയർ ആസ്പെക്റ്റ്, ഇത് ഷാർപ്നെസ് ആയി മിക്കവാറും. അല്ല, സ്ലീപ്പിംഗ് ഏജ് നോക്കില്ലായിരിക്കും. അതിനകത്തുണ്ട്, ആവശ്യത്തിൽ കൂടുണ്ട്. അത് ഞാൻ എടുത്തുകൊണ്ട് നേരെ ട്രേഡ് ചെയ്യാൻ പോകുന്നു. ഇതിപ്പോൾ എന്തായാലും 24 എന്തായാലും ചിലപ്പോൾ കിട്ടും.
13 അതുറപ്പാണ്. ബാക്കി നമുക്ക് ക്യാറ്റിവിറ്റി ഇതുണ്ടാകാം. അപ്പോൾ ഇതുവരെയായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുടെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കും കൂടെ നോക്കി വെക്ക്. എന്നാലും ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താടാ എനിക്ക് XP ഈ XP കിട്ടും, എനിക്ക് എമറാൾഡും കിട്ടും. ആണ്ടാ ഇപ്പം തന്നെ 7 ആയി. നമ്മുടെ എക്സ്പാമിനെ കാട്ടി പെട്ടെന്ന് കിട്ടും. പക്ഷെ ഇനി അയറിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം 13 ആവും. എന്താ ഇപ്രാവശ്യം കുറച്ച് കിട്ടിയേ? 12 കിട്ടി. 2 XP കൂടി. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ XP കുറച്ച് കിട്ടും. കാര്യം ആ XPയുടെ ബാർ കൂടും. വേണ്ട ഇനി അടുത്ത പ്രാവശ്യം ഞാൻ 14 പോകും. പതിനഞ്ചായി. എനിക്കിനി 9 XP കൂടെ വേണം. 9 തന്നെ. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ബോൺ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഈ ബോണെല്ലാം കൂടെ ഞാൻ ബോൺവിലാക്കുക. എന്നിട്ട് ഞാൻ അവിടേക്ക് ക്യാറ്റ് മുഴുവൻ ഇതാകാം, ഫാർം ചെയ്യാം. എന്തായാലും കഷ്ടപ്പെടണം. ഇപ്പം ഇങ്ങനെ കഷ്ടപ്പെടാം. എനിക്ക് ഇത്തിരി എമറാൾഡും ആവും, കൂടാൻ XPയും കിട്ടും. ഞാൻ റീസ്മോ സെറ്റ് ചെയ്ത് രാവിലെ രാത്രി ആവുന്ന ടൈമുണ്ട്. അപ്പോൾ ഇത് തന്നെ ഈ സംഭവം ഞാൻ പൊട്ടിച്ച് ചുമ്മാ പ്ലേസ് ചെയ്യാൻ പോകുന്നു. അപ്പം എൻ്റെ ഈ ക്യാരറ്റ് കിടപ്പുണ്ട്, പണി തുടങ്ങാം. ഈ എഫൊക്കെയാ അങ്ങനെ തന്നെ. അതും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ 1 2 3 4 സ്റ്റാക്കോളം ക്യാരറ്റ് ഉണ്ട്. ഞാൻ നൈറ്റ് സ്കിപ്പ് ചെയ്യട്ടെ. നൈറ്റ് ആയില്ലേ? ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഉള്ള ക്യാരറ്റ് കൊണ്ട് വിൽക്കുവാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 20 XP എങ്കിലും പോകാൻ പറ്റുമോ? 20 XP അങ്ങനെ തന്നെ സന്തോഷമായേനെ. ബാക്കി 4 ഉറപ്പിച്ചാൽ പോരെ? അല്ല ഇവിടെ അല്ലല്ലോ വില്ലേജർ. അവന്മാർ എക്സ്പയർ ഇത്തിരി ബുദ്ധിമുട്ടും. അല്ലല്ല XP കിട്ടും. ഞാൻ ബ്രെഡ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുഴപ്പമില്ല. അല്ല ഇവനല്ലേ ക്യാരറ്റ് ഇരുന്ന? നീ അല്ലടാ ക്യാരറ്റ് ഇരുന്നേ? നീ തന്നെ. പതിനാറ് 16 ആള് ഒരെണ്ണം കിട്ടി. എത്ര നേരം XP വാങ്ങിക്കുമായിരുന്നു. നല്ല കിട്ടിയാനെ. ഞാൻ മണ്ടത്തരം കാണിച്ച്. കുഴപ്പമില്ല. എമറാൾഡ് കിട്ടിയില്ലേ? എമറാൾഡ് അതിപ്പോൾ എന്തായാലും ആവശ്യം വരും എനിക്ക് പിക്കാസിനൊക്കെ. ഞാൻ എന്തായാലും നീ XP വാങ്ങി പോയി AFK വയ്ക്കണോ? 26 ആയി. 27 ആക്കടാ. കുഴപ്പമില്ല. പോവാ. ഓക്കെ സെറ്റ്. 26 XP ഉണ്ട്. ഇത് മതി നമ്മുടെ സോഡ് കോഡാകാൻ. അങ്ങനെ സോഡ് കോഡാവുന്ന തന്നെ. ഇനി ബാക്കി 3 പിക്കാസ്. ഇനി എനിക്ക് 3 എണ്ണം കൂടെ ആക്കിയാൽ മതി. ഇതേപോലെ 3 എണ്ണം ഹോയിലിടാം അല്ലേ? ഹോയിലിടാം. എനിക്കറിയില്ല ഹോയിൽ എന്തൊക്കെ വേണമെന്ന്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റിനകത്ത് ഉണ്ടാകുന്നറിയില്ല, നോക്കണം. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ആവശ്യമുള്ളതായിട്ടുള്ള ഇതങ്ങോട്ട് ഇട്ടേക്കാം. അങ്ങനെ ഗോഡ് സോഡ് അങ്ങനെ ഞാനിതാ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. സർവൈവൽ സീരീസിൽ എൻ്റെ ഗോഡ് സോഡ് എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. ഇനി ഇത് പൊളിക്കും. ഇനി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ആക്സ് ആണ്. അപ്പോൾ ആക്സിനായിട്ടുള്ളത് അതിന് മുമ്പ് ആക്സ് നമുക്ക് ഇതാക്കിയേക്കാം. ഇവിടെ നിന്നിട്ട് ആക്സ് ഒരു എൻജോയ്മെൻ്റ് ഇല്ല. അപ്പോൾ ആക്സിനായിട്ട് എന്തൊക്കെ വേണം നോക്കട്ടെ. ഷൗലിയ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കുറച്ചെങ്കിലും ചെയ്യണ്ടേ ഗ്രൈൻഡ്, അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പോഴെങ്കിൽ ഇപ്പം എൻ്റെ ഷൗലിൻ്റെ അകത്ത് ഇപ്പം മെൻഡിങ് എനിക്ക് ആവശ്യമുള്ള ഇട്ടാൽ മതി. ഷൗലിൻ്റെ അകത്ത് മെൻഡിങ് വേണം. മെൻഡിങ്
എഫിഷ്യൻസി 5 അല്ലേ? എഫിഷ്യൻസി 5. ഇനി വേണം ത്രോംസ്, അൺബ്രേക്കിങ് വേണം. ഇനി ശവലത്ത് എനിക്ക് ഇതിടാൻ പറ്റൂ. ഇത്തിടാൻ പറ്റുള്ള സ്കിൽ ടച്ച് ഇട്ട ഷവൽ വേണോ എൻ്റെ ഒരു ഇത്. സ്കിൽ ടച്ചിടാം. സ്കിൽ ടച്ച് വാങ്ങാം. ഇതിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡിസ്പ്ലേക്കകത്തൊരു ഗോൾഡ് ഷവൽ ഞാൻ ഉണ്ടാക്കിയെന്നാണ് അർത്ഥം. ഫസ്റ്റ് തന്നെ നമുക്കിടാം മെൻഡിങ്. എഫിഷ്യൻസി ഇടാം. എഫിഷ്യൻസി എനിക്ക് വേണ്ട. സ്കിൽ ടച്ച് ഇടാൻ പറ്റൂല. മെൻഡിങ് ഇടണം. മെൻഡിങ്ങിന് 3 വേണം. 3 എനിക്ക് എങ്ങനെ ഒപ്പിക്കാൻ കഴിയും? ഇതിൽ വാങ്ങിച്ചാൽ സെറ്റാവുമോ? ഇതിൽ ലൈറ്റ് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ സെറ്റാക്കാമായിരുന്നു. എനിക്ക് എൻ്റെ ഫാമിൽ പോയി ഇത്തിരി അയൺ എടുത്തിട്ട് വരാം. 3 അയണിന് വല്ല ട്രേഡ് ചെയ്യടേ. നിങ്ങളൊക്കെ ഇത്രയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ പാവപ്പെട്ടൊരു മനുഷ്യൻ എന്ത് വിചാരിക്കും? 4 ആയിട്ടുണ്ട്. ഇത് തുടക്കത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് കുറേ ഇതായിരുന്നു, പണിയുണ്ടായിരുന്നു. അതും ഓക്കെ. ഇനി ഷവൽ നമുക്ക് മെൻഡിങ് ആഡ് ചെയ്യാമല്ലോ. മെൻഡിങ് അൺബ്രേക്ക് ഇടാൻ പറ്റുന്നെങ്കിൽ ചെയ്താലേ. മെൻഡിങ് അൺബ്രേക്ക് ഇടാൻ എന്ത് വേണം അവിടെ? സ്കിൽ ടച്ചിന് 7 വേണം, അൺബ്രേക്കിന് 6 വേണം. ഇപ്പം എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്ക് പണിയാം. ബേസിന് എമറാൾഡും കുറവാണ് എനിക്കറിയാം. ഇത് തികയായിരിക്കും. നമുക്ക് ബോയൊക്കെ സെറ്റാക്കണം. അടുത്ത എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് പറ്റുന്നത്ര ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാം. 7 മണിയാവുന്നവരെ. ഇപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് കൂടെ എടുക്കുക. 10 മിനിറ്റ് കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്ലീപ്പാവാം. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് പോലും കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതാണ് ഞാൻ ഈ വേൾഡിൽ കയറി ഫസ്റ്റ് വാങ്ങിയ ടൂള്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിൻ്റെ അകത്ത് എൻട്രൻസ് കയറുമ്പോൾ ഇത് കാണിക്കുന്ന ഈ സെറ്റ് ചെയ്യുമെന്ന്. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യും. രാത്രി ആയില്ലേടേ. ഇതെന്തോന്ന് എഫിഷ്യൻസി? നമ്മൾ ഒരു ക്ലിക്ക് ചെയ്താൽ അത് 2 എണ്ണമൊക്കെ പൊട്ടും. ഇതുകൊണ്ടാണ് ഞാൻ എഫിഷ്യൻസി ഇട്ടത്. ബട്ട് ഒരേ പ്രശ്നമുള്ളൂ, ഇത് പെട്ടെന്ന് പൊട്ടും എഫിഷ്യൻസി കാരണം. ഇപ്പോൾ തന്നെ എൻ്റെ പകുതി ഡ്യൂറബിലിറ്റി കുറഞ്ഞ്. അപ്പോൾ എനിക്കിത് പൊട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ റിപ്പയർ ചെയ്യാൻ മണ്ടക്കോട്ട് പോകണം. ഈ ഒരു ബ്ലോക്ക് മൈൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ബൈ.